നിങ്ങൾക്ക് ഒരു ദിവസം ഭയങ്കരമായിട്ട് മൂത്രമൊഴിക്കാൻ മുട്ടി, ഒരുപാട് തവണ യൂറിൻ പാസ് ചെയ്യാൻ ടോയ്ലറ്റിൽ പോയി, പോകുന്നില്ല മൂത്രം, ഒരുപാട് തവണ പോയി. പലരും പറയുന്നു വെള്ളം കുടിക്കണം, നിങ്ങൾ കുടിച്ച് വെള്ളം കുറേ കുടിച്ചു. ഇനി ആരെങ്കിലും വെള്ളം കുടിക്കണം എന്ന് പറയുകയാണെങ്കിൽ അയാളുടെ തല വെട്ടും എന്ന അർത്ഥത്തിലേക്ക് എത്തി. അത്രയും കുടിച്ചിങ്ങടെ വയറ് വീർത്തു വന്നിട്ടുണ്ട്. പക്ഷെ ഒരു തുള്ളി മൂത്രം പോണില്ല. പലരും പല മെഡിസിനും തന്ന് പരീക്ഷിച്ചു നോക്കി, ഒന്നിനും ഫലം കാണുന്നില്ല. നിങ്ങൾ മരിക്കാൻ തന്നെ എന്താ ചെയ്യാ, വേറെ വഴിയില്ലല്ലോ. വേദന കൊണ്ട് പൊളയുന്നു, അസഹനീയമായ വേദന, കലശമായിട്ട് മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ട്, പക്ഷെ ഒരു തുള്ളി പോണില്ല. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ചെറിയൊരു ഗുളിക കാണിച്ചു തന്നിട്ട് പറയണം, ഇത് കഴിച്ചാൽ ഒറ്റയടിക്ക് മൂത്രം പോകും, കഴിച്ചിട്ട് പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ എന്ത് ശിക്ഷയ്ക്കും വിധേയമാക്കാം, ഒരു കുഴപ്പമില്ല, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഫ്രീ ആയിട്ടൊന്നും തരില്ല, നിങ്ങളുടെ രാജ്യം ഫുള്ളായിട്ട് എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ ആ ചെറിയ ഗുളികക്ക് വേണ്ടി, അത് നിങ്ങളുടെ മൂത്രം നെജസ് പുറത്തു പോയതിനു വേണ്ടി നിങ്ങളുടെ രാജ്യം ഫുള്ളായിട്ട് വിട്ടുകൊടുക്കുമെന്ന് വെച്ചു. കൊടുക്കുമല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പം ഖുർആനൊക്കെ കഴിഞ്ഞിട്ട് ചൊല്ലുന്ന ഒരു അൽഹംദുലില്ലാ ഹൃദയത്തിൽ നിന്നാണോ അല്ല വെറുതെ വെറും വാക്കാണോ എന്ന് നമ്മൾ ആലോചിക്കാൻ വേണ്ടിയാണ് ഈ ഉദാഹരണത്തെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ കൊണ്ടുവന്നത്. പലപ്പോഴും നമ്മൾ നമ്മുടെ അനുഗ്രഹത്തെ കുറിച്ച് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാം പ്രശ്നം. അതുകൊണ്ടാണ് നന്ദിയുള്ള അടിമയാവുക എന്നുള്ളതിന് ഇസ്ലാമിൽ വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു. ഒരാൾ നന്ദിയുള്ള അടിമയാവണമെങ്കിൽ റബ്ബിന് നന്ദി ചെയ്യണമെന്ന് തോന്നണം. റബ്ബിന് നന്ദി ചെയ്യണമെന്ന് തോന്നണമെങ്കിൽ റബ്ബിന്റെ അനുഗ്രഹത്തെ തിരിച്ചറിയണം. ഈ തിരിച്ചറിവിലാണ് നമ്മൾ പലരും പരാജയപ്പെട്ടു പോകുന്നത്.